ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥനോട് വലിയൊരു സംശയവുമായി സദുക്കായർ എത്തുകയാണ്. അവരുടെ സംശയം പുനരുദ്ധാനമുണ്ടോ ഇല്ലയോ എന്നറിയാനാണ്. ഈ യേശുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന രണ്ട് വിഭാഗങ്ങൾ, ഇസ്രയേലിലെ പ്രധാന നേതാക്കന്മാരായിരുന്ന രണ്ട് വിഭാഗങ്ങളാണ് സദുക്കായരും ഫരിസേയരും. ഇതിൽ സദുക്കായർ പുനരുദ്ധാനത്തിലോ മാലാഖമാരിലോ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഫരിസേയർ ഇതിലൊക്കെ വിശ്വസിച്ചിരുന്നു. അപ്പം യേശുനാഥൻ ഇതിൽ ഏത് പക്ഷത്താണെന്ന് അറിയണം. അതിനുവേണ്ടിയാണ് സദുക്കായർ യേശുവിൻ്റെ അടുത്ത് യേശുവിനെ കുഴക്കുന്നൊരു ചോദ്യവുമായി എത്തുന്നത്. അപ്പം ഇവർ കരുതിയിരുന്നത് ഈശോയെ ഈ ചോദ്യം ചോദിച്ച് കുഴക്കാമെന്നാണ്. പക്ഷേ യേശുനാഥൻ വളരെ മനോഹരമായ മറുചോദ്യം കൊണ്ട് അവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയാണ്. അപ്പോൾ യേശുനാഥൻ ഇവരുടെ ഈ സംശയത്തിൻ്റെ കാരണമായി പറയുന്നത്, നിങ്ങൾക്ക് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നത് എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് യേശുനാഥൻ അവരോട് വ്യക്തമായി പറയുകയാണ്. അതിൻ്റെ കാരണവും യേശുനാഥൻ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, പ്രത്യേകിച്ച് ക്രിസ്തുനാഥനിൽ നമ്മൾ കാണുന്നൊരു പ്രത്യേകതയാണ്. അവൻ്റെ അടുക്കിലേക്ക് എന്തെങ്കിലും സംശയ നിവാരണത്തിനായി ചെല്ലുമ്പോൾ അവൻ വളരെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുകയും അതിനുള്ള ഉത്തരവും പിന്നെ അതെങ്ങനെ തിരുത്താമെന്നും അവൻ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. യേശുവിനോട് ആരൊക്കെ അവൻ്റെ അടുക്കിലേക്ക് എത്തിയിട്ടുണ്ടോ അവരെല്ലാം അവനങ്ങനെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് യേശുനാഥൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. കുറ്റപ്പെടുത്താതെ തെറ്റ് തിരുത്തുകയും അത് മനസ്സിലാക്കി തരികയും ചെയ്യണം. അപ്പോൾ ഇവരോടും വളരെ വ്യക്തമായി പറയുന്ന അതാണ്, നിങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ പഠിക്കാത്തത് കൊണ്ടും ധ്യാനിക്കാത്തത് കൊണ്ടും ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കാത്തത് കൊണ്ടുമാണ്. അപ്പോൾ ഇത് പല മനുഷ്യർക്കും ഉള്ള ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരമാണ്. പലപ്പോഴും നമ്മളെ അലട്ടുന്ന വ്യക്തിപരമായ ചോദ്യങ്ങളായിരിക്കാം, സംശയങ്ങളായിരിക്കാം, ജീവിത പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇതിനൊക്കെയുള്ള ഉത്തരം വേദത്തിൻ്റെ ലിഖിത താളുകളിലുണ്ട്. കാരണം വിശുദ്ധ ലിഖിതം ക്രിസ്തു തന്നെയാണ്, ദൈവവചനമാണ്. അവിടുന്ന് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവിടെ നിന്നാണ്. അപ്പോൾ വിശുദ്ധ ലിഖിതം വ്യക്തമായി പഠിക്കുക, ക്രിസ്തുവിനെ വ്യക്തമായി മനസ്സിലാക്കുക, അവൻ്റെ ശക്തിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക, അവനിൽ വിശ്വാസം അർപ്പിക്കുക. ഇത് പല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമാണ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാതെയാണ് നമ്മളെ കുഴക്കുന്ന ചോദ്യങ്ങളുമായും നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളുമായും നമ്മൾ നടക്കുന്നത്. ദൈവവചനത്തിന് തീർക്കാൻ പറ്റാത്തതായിട്ട് ഒരു ബന്ധനങ്ങളോ പ്രശ്നങ്ങളോ നമ്മുടെ ജീവിതത്തിലില്ല. അപ്പം അത് നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം നമ്മൾ വ്യക്തമായി ദൈവവചനത്തെ ധ്യാനിക്കുന്നില്ലെന്നോ പഠിക്കുന്നില്ലെന്നോ പ്രാർത്ഥിക്കുന്നില്ലെന്നോ ഉള്ളതാണ്. ക്രിസ്തുവിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ തക്ക വിധം ശക്തമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ യേശുനാഥൻ നമ്മളോട് പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് വിശുദ്ധ ലിഖിതങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ, രണ്ട് അവിടുത്തെ അപാരമായ ശക്തിയിൽ, അവിടുത്തെ കാരുണ്യത്തിൻ്റെ കൃപയിൽ വിശ്വസിക്കുവാനും ശരണപ്പെടുവാനും നമുക്ക് കഴിയണം. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.